ഈ സെക്ഷനിൽ നമ്മൾ ഈ അറ്റോമിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. So first problem, a radiation has a frequency of 6 into 10 raised to 14 cycles per second. Calculate the wavelength of radiation in nanometer. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് കുഞ്ഞോളെ? തന്നിട്ടുള്ളത് റേഡിയേഷന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 6 into 10 raised to 14 cycles per second എന്ന് പറഞ്ഞാൽ ഹെഡ്സ് ആണ്. 1/second which is hertz. പിന്നെയോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വേവ് ലെങ്ത് ആണ്. ലാംഡ കണ്ടുപിടിക്കണം. എന്തില്? നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ ന്യൂയും ലാംഡയും തമ്മിലുള്ള ബന്ധം എന്താണ്? ന്യൂ is equal to C is equal to ന്യൂ ലാംഡ അല്ലേ? C is equal to ന്യൂ ലാംഡ. അവിടെ സീന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രയാണ്? 3 into 10 raised to 8 meter per second. അപ്പൊ പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാംഡ അല്ലേ? ഫ്രം ദിസ് ലാംഡ is equal to C by nu. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. C എത്രയാണ്? C 3 into 10 raised to 8. ന്യൂ എത്രയാണ്? 6 into 10 raised to 14 അല്ലേ? ഈക്വൽ ടു 3/6 1/2 which is 0.5. ഇതെത്രയാണ്? 10 raised to 8 minus 10 raised to 14 which is 10 raised to -6. അപ്പൊ യൂണിറ്റ് എന്താ? C മീറ്റർ പെർ സെക്കൻഡ് ആണ്. ന്യൂ എത്രയാണ്? ഹെഡ്സ്. അപ്പൊ രണ്ടും അത് SI യൂണിറ്റിലാണ്. സോ ലാംഡ നമുക്ക് കിട്ടുന്നത് മീറ്ററിലാണ്, പക്ഷെ വേണ്ടത് നാനോമീറ്ററിലാണ്. സോ നമുക്ക് അതിനെ നാനോമീറ്ററിലേക്ക് മാറ്റുന്നു. സോ ലാംഡ is equal to 0.5 divided by 10 raised to -6. എങ്ങനെയാ മാറ്റാൻ? നിങ്ങൾക്ക് അറിയാലോ എന്താണ്? 1 നാനോമീറ്റർ is equal to 10 raised to -9 മീറ്റർ. സോ മീറ്ററിനെ നാനോമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 10 raised to -9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 10 raised to -9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? നാനോമീറ്റർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് മുകളിൽ പോകുമ്പോൾ എന്തായി? കുഞ്ഞോളെ 0.5 into 10 raised to -6 10 raised to -9 10 ക്യൂബ് അല്ലെ? into 10 ക്യൂബ് നാനോമീറ്റർ. അതായത് 500 നാനോമീറ്റർ. വേവ് ലെങ്ത് 500 നാനോമീറ്റർ ആണ്. ക്ലിയർ ആയോ? നന്നായിട്ടൊന്ന് നോക്കി മനസ്സിലാക്ക്. Second question, calculate the frequency of a beam of radiation having wavelength 5800 angstrom. അപ്പോ തന്നിട്ടുള്ളത് എന്താണോ കുഞ്ഞോളെ? അത് വേവ് ലെങ്ത് ആണ്. ലാംഡ തന്നിട്ടുണ്ട് അല്ലെ? വേവ് ലെങ്ത് ലാംഡ 5800 ആംസ്ട്രോം എന്ന് പറഞ്ഞാൽ എന്താ? into 10 raised to -10 meter. പിന്നെന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി ന്യൂ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ? ന്യൂ is equal to C is equal to ന്യൂ ലാംഡ അല്ലെ? C is equal to ന്യൂ ലാംഡ. From this ന്യൂ is equal to C by ലാംഡ. അറിയാവുന്ന ക്വാണ്ടിറ്റികളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C എത്രയാണ്? C 3 into 10 raised to 8. ലാംഡ 5800 into 10 raised to -10. സോ ചെയ്തു കഴിഞ്ഞാൽ 5.14 into 10 raised to 14 ഹെഡ്സ് എന്ന് കിട്ടും. 5.17 into 10 raised to 14 ഹെഡ്സ് എന്ന് കിട്ടും. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത്ര വേണമെങ്കിൽ നിർത്താം, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ന്യൂ is equal to 517 into 10 raised to 12 ഹെഡ്സ്. 10 raised to 12 പറഞ്ഞ പേരെന്താ? ടെറ അല്ലെ? അപ്പൊ എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? 517 ടെറാഹെഡ്സ്. വേണ്ടല്ലോ. എന്താണ്? 10 ക്യൂബ് കിലോ അല്ലെ? കിലോ. 10 raised to 6 മെഗാ. ഓക്കെ, 10 raised to 9 ജിഗ or ഗിഗ. 10 raised to 12 ടെറ. ഓക്കെ, അപ്പൊ എന്താണ്? 517 ടെറാഹെഡ്സ് ആണ് ഫ്രീക്വൻസി.
നമ്മുടെ മൂന്നാമത്തെ പ്രോബ്ലം കാൽക്കുലേറ്റ് ദി എനർജി ഓഫ് റേഡിയേഷൻ ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഹാവിങ് വേവ് ലെങ്ത് 4000 ആംസ്ട്രോം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചു, വേവ് ലെങ്ത്തും കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ പുതിയൊരു പ്രോബ്ലമാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ്. അത് തന്നെ നോക്കി, എനർജി കണ്ടുപിടിക്കേണ്ടത് ഏത് യൂണിറ്റിലാണ്? ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള യൂണിറ്റിലാണ് കണ്ടെത്തേണ്ടത്. ഇലക്ട്രോൺ വോൾട്ട്. അത് നമുക്ക് പറയാവേ. ആ റേഡിയേഷന് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ലാംഡ is equal to 4000 ആംസ്ട്രോം, which means 10⁻⁻10 മീറ്റർ. വേറെ ഒന്നും തന്നിട്ടില്ലല്ലോ, ഉണ്ടോ? അപ്പൊ അങ്ങനെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലില്ലേ? പ്ലാങ്ക്സ് ക്വാണ്ടം റേഡിയേഷനിൽ നിന്ന് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്താ? ഈസ് ഈക്വൽ ടു h nu. അതിൽ h കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ നമുക്ക് അറിയാം. പക്ഷെ ന്യൂ തന്നിട്ടുണ്ടോ? ന്യൂ തന്നിട്ടില്ല, കുഴപ്പമില്ല. ന്യൂനെ വേവ് ലെങ്തുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ നേരില്ല. എന്താണ്? c/λ. സോ hc/λ അല്ലേ? ഈസ് ഈക്വൽ ടു hc/λ ഈക്വൽ ടു h എത്രയാ? 6.64 into 10⁻⁻34. c എത്രയാണ്? 3 into 10⁸. ലാംഡ എത്രയാണ്? 4000 ആംസ്ട്രോം. അപ്പൊ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 4.9 into 10⁻19 joule. Sorry, 10⁻⁻19 joule. Okay. 4.9 into 10⁻⁻19 joule നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, അത് ജൂളായി. അത് ജൂളായത് h എന്നുള്ളത് ജൂൾ സെക്കൻഡ് ആണ്, SI യൂണിറ്റ് ആണ്. അതിന്റെ മീറ്റർ പെർ സെക്കൻഡ് SI യൂണിറ്റ്, ലാംഡ മീറ്ററിലാണ്. അപ്പൊ എനർജിയുടെ SI യൂണിറ്റ് ജൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ എന്തിലേക്ക് മാറ്റണം? ഇലക്ട്രോ വോൾട്ടിലേക്ക് മാറ്റണം. അതെങ്ങനെ നോക്കോ? ഒരു ഇലക്ട്രോ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 into 10⁻⁻19 ജൂൾ ആണ്. അപ്പൊ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റണമെങ്കിൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Okay, that means 4.9 into 10⁻⁻19 divided by 1.6 into 10⁻⁻90. അത്രയും ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3.1 ഇലക്ട്രോൺ വോൾട്ട്. എത്രയാ? 3.1 ഇലക്ട്രോൺ വോൾട്ട്. So this is the energy. Okay. കുഞ്ഞോളെ, നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് എനർജി E1 ഓഫ് ദി റേഡിയേഷൻ വിത്ത് വേവ് ലെങ്ത് 8000 ആംസ്ട്രോം ആൻഡ് ദി എനർജി E2 ഓഫ് റേഡിയേഷൻ വിത്ത് വേവ് ലെങ്ത് 16000 ആംസ്ട്രോം. രണ്ട് റേഡിയേഷൻസിൻ്റെ എനർജികൾ തമ്മിലുള്ള റേഷ്യോ, E1 E2 തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. അതിന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ആ രണ്ടെണ്ണത്തിന്റെ വേവ് ലെങ്തുകൾ മാത്രമാണ്. ഒന്നാമത്തിന്റെ വേവ് ലെങ്ത് λ1 is equal to എത്രയാണ്? 8000 ആംസ്ട്രോം. ഓക്കെ, രണ്ടാമത്തിന്റെ വേവ് ലെങ്ത് 16000 ആംസ്ട്രോം. ഇങ്ങനെയാണ് കുഞ്ഞോളെ നമുക്ക് തന്നിട്ടുള്ളത്. നിങ്ങളോട് പറഞ്ഞത് എന്താണ്? കണ്ടുപിടിക്കാൻ വാട്ട് ഈസ് E1 by E2. ദാറ്റ് മീൻസ് E1 is to E2 എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? E1 എന്ന് പറഞ്ഞാൽ വേവ് ലെങ്തുമായിട്ട് ബന്ധപ്പെടുത്താം. hc/λ1. E2 hc/λ2. അപ്പൊ നമ്മൾ E1 by E2 കണ്ടുപിടിക്കുമ്പോൾ എന്താവും? E1 by E2 is equal to hc/λ1 by hc/λ2. hc cancelled. So 1 by λ1 by 1 by λ2, which means E1 by E2 is equal to λ2 by λ1. λ2 എത്രയാ? മക്കളെ? 16000 ആംസ്ട്രോം അല്ലേ? ഡിവൈഡഡ് ബൈ രണ്ടും ആംസ്ട്രോത്തിൽ തന്നെയാണുള്ളത്. 8000 ആംസ്ട്രോം. കട്ട്.
2. അപ്പോൾ എന്താണ് 2/1? That means E1 is to E2 is equal to 2:1. This is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ കുഞ്ഞോളെ, ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം visible light is in the region of 4000 angstrom and 7500 angstrom. What is the frequency of violet and red light? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ പെട്ടതാണല്ലോ വിസിബിൾ റീജിയൻ അല്ലേ? ആവില്ലേ വിസിബിൾ റീജിയൻ. അതിലാരൊക്കെയാണുള്ളത്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതിന്റെ അപ്പുറത്ത് ഇൻഫ്രാറെഡ്, ഇപ്പുറത്ത് അൾട്രാ വയലറ്റ്. അപ്പൊ ഇതാണ് വിസിബിൾ റീജിയൻ. ഓക്കെ, ആ വിസിബിൾ റീജിയന്റെ റേഞ്ച് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങേ ഒരറ്റത്തുള്ള വേവ് ലെങ്ത്, അങ്ങേ അറ്റത്തുള്ള വേവ് ലെങ്ത്. ഇതിൽ ആർക്കായിട്ട് റെഡ്, ആരായിട്ട് വയലറ്റ്? വേവ് ലെങ്ത് കൂടിയതാണ് റെഡ്. അപ്പൊ ഇതാണ് റെഡ് അല്ലെ? അപ്പൊ റെഡിന്റെ 7500 ആൻസ്ട്രം ആണ്. വേവ് ലെങ്ത് കുറവുള്ള വയലറ്റ് 4000 ആൻസ്ട്രം ആണ്. അപ്പൊ അവിടെ തന്നിട്ടുള്ള രണ്ട് ഫ്രീക്വൻസികൾ ആക്ച്വലി റെഡിന്റെയും വയലറ്റിന്റെയും ആണ്. അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഗിവൺ എന്താ തന്നതെന്ന് അറിയാവോ? വേവ് ലെങ്ത് ഓഫ് വയലറ്റ് ഈസ് ഗിവൺ lambda of v is 4000 angstrom and wavelength of red is 7500 angstrom. കണ്ടുപിടിക്കാൻ പറഞ്ഞതാണ് ഈ രണ്ടെണ്ണത്തിന്റെ ഫ്രീക്വൻസി, അതായത് ന്യൂ ഓഫ് വി ആൻഡ് ന്യൂ ഓഫ് ആർ. ഒന്നാണ് ന്യൂ ഓഫ് വി, എന്താണ് വയലറ്റിൻ്റെത്? എന്താണ് സി ബൈ ലാംഡ. സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലേ? സോ അതിൽ നിന്ന് ന്യൂ എന്താണ്? ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ഓക്കെ, സി എത്രയാണ്? സി 3 × 10⁸. സോറി, ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫ്രീക്വൻസി അല്ലേ? അപ്പൊ ഇക്വേഷൻ ന്യൂ ഓഫ് വി ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ ഓഫ് വി. സോറി, അപ്പൊ ലാംഡ വി എന്നാണ് 4000 ആൻസ്ട്രം ആണ്. അപ്പൊ ഇൻടു 10⁻⁻10. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ കുഞ്ഞോളെ, നിങ്ങൾക്ക് കിട്ടുന്നത് ചെയ്യണം കേട്ടോ, കാൽക്കുലേറ്ററിൽ ചെയ്യണം. അപ്പൊ ചെയ്യുന്ന സമയത്ത് 10⁻² എന്നൊക്കെ എടുക്കാൻ അറിയാത്തവരുണ്ടല്ലോ. ഇപ്പൊ 10⁸ നടക്കണം. അറിയാത്തവരിതാ 10 അടിച്ചു. റേസ്റ്റു അടിക്കുമ്പോൾ മോൾ ഇതൊരു ക്യാപ്പ് പോലെ വേണ്ട, അതടിക്കാം. 10⁸ 8. ഇപ്പൊ 10⁸ ആയി. പിന്നെ 10⁻⁻10 10⁻⁻10. ഓക്കെ, അപ്പൊ എന്താണ് 1 × 10⁻⁻10 ആൻസറിൽ കാണാം. ചെയ്യാൻ അറിയണേ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7.5 × 10⁻14 ഹെർട്സ്. 7.5 × 10⁻14 ഹെർട്സ്. ഒന്നെങ്കിലും ഇവിടെ ഇങ്ങനെ നിർത്താം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കൂടെ നമുക്ക് 750 × 10⁻12 എഴുതി കൂടെ. ഇതിന്റെ ഒരു 100 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തായി? 750 10⁻12 ഹെർട്സ് എന്താ? ടെറാ ഹെർട്സ്. അപ്പൊ 750 ടെറാ ഹെർട്സ്. അതാണ് വയലറ്റിന്റെ ഫ്രീക്വൻസി. ഇനി ഇതേപോലെ നമുക്ക് ന്യൂ ഓഫ് റെഡ് which is equal to c by lambda of red which is equal to 3 × 10⁸8 divided by ഏതാണ് 7500 അല്ലെ? 7500 10⁻7500 ആൻസ്ട്രം അല്ലേ? 10⁻⁻10. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 × 10⁻14 ഹെർട്സ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ എങ്ങനെ എഴുതി കൂടെ? 400 × 10⁻12 ഹെർട്സ് which is equal to 400 ടെറാ ഹെർട്സ്. ഓക്കെ,